നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. കരാർ പ്രകാരം സാലറി ക്രിപ്റ്റോ കറൻസിയിൽ നൽകണമെന്ന് ദുബായ് കോടതി വിധി. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് UAE ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദുബായ് കോടതി. സ്വകാര്യ ജീവനക്കാരന് ശമ്പള കുടിശ്ശിക ക്രിപ്റ്റോ കറൻസിയിലും ദിർഹത്തിലുമായി നൽകണമെന്നാണ് ദുബായ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയുടെ വിധി. പ്രതിമാസ ശമ്പളം ദിർഹമിലും ക്രിപ്റ്റോ കറൻസിയിലും ഇക്കോവാറ്റ് ടോക്കണിലും നൽകണമെന്ന് ജീവനക്കാരനുമായുള്ള കരാറിൽ കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ദിർഹമിൽ മാത്രമാണ് ശമ്പളം നൽകിയത്. ഇത് കരാറിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോടതി ക്രിപ്റ്റോ കറൻസിയിലും ശമ്പളം നൽകണമെന്ന് വിധി പ്രസ്താവിക്കുകയായിരുന്നു. കാരണങ്ങളില്ലാതെ ഏകപക്ഷീയമായി പിരിച്ചുവിട്ട കമ്പനി നടപടിക്കെതിരെ നൽകിയ കേസിലാണ് കോടതിയുടെ ചരിത്രപരമായ വിധി. പൊതുമാപ്പിൽ നാട്ടിലേക്ക് പോകുന്നവർക്ക് വിലക്കില്ല. വീണ്ടും UAEയിലേക്ക് തിരിച്ചു വരാം. പൊതുമാപ്പിന് അടുത്ത മാസം 1 മുതൽ അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ടത് ഗവൺമെന്റ് അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകൾ വഴി. പൊതുമാപ്പിൽ രാജ്യം വിടുന്നവർക്ക് ആജീവനാന്ത വിലക്കില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ICP അറിയിച്ചു. നിയമപരമായ വിസയിൽ എപ്പോഴെങ്കിലും UAEയിലേക്ക് തിരിച്ചു വരാം. പല GCC രാജ്യങ്ങളിലും വിസ നിയമം ലംഘിച്ച് പൊതുമാപ്പിൽ രാജ്യം വിട്ടാൽ പിന്നീട് തിരിച്ചു വരാനാകില്ല. കഴിഞ്ഞ പൊതുമാപ്പിന് UAE നിശ്ചയിച്ച കാലത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. താമസ വിസ നിയമം ലംഘിച്ചവർക്ക് പിഴയും നിയമ നടപടികളും പൂർണ്ണമായി ഒഴിവാക്കിയാണ് പൊതുമാപ്പ് അനുവദിക്കുന്നത്. വിസ രേഖകൾ നിയമപരമാക്കിയതിൽ രാജ്യത്ത് തുടരാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. വിസ നിയമലംഘകർ പൊതുമാപ്പ് പരമാവധി പ്രയോജനപ്പെടുത്താൻ പ്രചാരണ പരിപാടികൾ നടത്തണമെന്ന് ഇമിഗ്രേഷൻ അഡ്വൈസർമാർക്കും സോഷ്യൽ വർക്കർമാർക്കും ICP നിർദ്ദേശം നൽകി. പ്രവാസി സംരംഭകരായ 11 പേർക്ക് 1 കോടി രൂപ വായ്പ കൈമാറി നോർക്ക. പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വായ്പാ കൈമാറ്റ ചടങ്ങിൽ 11 പ്രവാസി സംരംഭകർക്കായി 1 കോടി രൂപയുടെ വായ്പകൾ കൈമാറി. ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, കാറ്ററിംഗ്, കൃഷി, ഫർണിച്ചർ ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ്, സ്റ്റേഷനറി കട, ടെക്സ്റ്റൈൽസ് ഷോപ്പ്, മത്സ്യവിപണനം, ഡയറി ഫാം എന്നീ മേഖലകളിലുള്ള പദ്ധതികൾക്കാണ് വായ്പ ലഭ്യമാക്കിയിട്ടുള്ളത്. സംരംഭങ്ങൾ ഏതൊരു നാടിന്റെയും വളർച്ചയുടെ സൂചകങ്ങളാണ്. കേരളം ഇന്ന് രാജ്യത്തെ മികച്ച സംരംഭക സൗഹൃദ സംസ്ഥാനമാണെന്ന് ഉദ്ഘാടനവും വായ്പാ വിതരണവും നിർവഹിച്ച പ്രവാസി വെൽഫെയർ ഫോർ ചെയർമാൻ KV അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടു. ചെറുതും വലുതുമായ ഏത് സംരംഭങ്ങൾക്കും കേരളത്തിൽ മികച്ച വളർച്ചാ സാധ്യതകളാണുള്ളത്. അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചാൽ ഏത് ബിസിനസ്സും വിജയിപ്പിക്കാൻ കഴിയുമെന്നും പുതിയ സംരംഭകർക്ക് ആശംസകൾ അറിയിച്ച് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകി മാതാപിതാക്കൾക്കൊപ്പം ഒരു ദിവസം പദ്ധതി ആരംഭിച്ചു. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് പുതിയ പദ്ധതി ആരംഭിച്ചു. മാതാപിതാക്കൾക്കൊപ്പം ഒരു ദിവസം എ ഡേ വിത്ത് പാരന്റ്സ് എന്ന പേരിലുള്ള ഈ പദ്ധതിയിലൂടെ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ ജോലി സ്ഥലങ്ങളിൽ ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കാനും അവരുടെ ജോലിയുടെ പ്രാധാന്യവും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കുവാനും അവസരം നൽകും. ഇതിനായി 6-നും 16-നും ഇടയിലുള്ള 100 കുട്ടികളെ സംരംഭത്തിൽ ഉൾപ്പെടുത്തി പ്രധാന ഓഫീസിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലെ ഡയറക്ടറേറ്റിന്റെ കേന്ദ്രങ്ങളിലേക്ക് പദ്ധതി വിപുലപ്പെടുത്തി. ദുബായ് എയർപോർട്ട്, GDRFA സെക്ടർ, ഹത്ത ബോർഡിംഗ് ക്രോസിംഗ് ലംഘകരുടെ ഷെൽട്ടർ സെന്റർ, ജബൽ അലി പോർട്ട് എന്നീ സ്ഥലങ്ങളിലെ ഓഫീസുകളിലേക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിപുലീകരിച്ചത്. ദുബായ് ആസ്ഥാനമായ ട്രാൻസ്കാർഡ് ഗ്രൂപ്പ് 1000 മോട്ടോർ ബൈക്ക് റൈഡർമാരെ നിയമിക്കുന്നു. UAEയിൽ സുരക്ഷാ സൗകര്യങ്ങൾ, മാനേജ്മെന്റ്, ക്യാഷ് സേവനങ്ങൾ, വൈറ്റ് കോളർ സ്റ്റാഫിംഗ് സേവനങ്ങൾ എന്നിവ നൽകുന്ന കമ്പനിയാണിത്. അപേക്ഷകർക്ക് 2024 ഫെബ്രുവരിയിലോ അതിനു മുമ്പോ ലഭിച്ച UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ആനുകൂല്യങ്ങളിൽ വിസ, നിശ്ചിത പ്രതിമാസ ശമ്പളം, കമ്പനി നൽകുന്ന മോട്ടോർ ബൈക്ക്, മൊബൈൽ ഫോൺ, സിം കാർഡ്, താമസം, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. വാർഷിക വിമാന ടിക്കറ്റ്, 30 ദിവസത്തെ ശമ്പളത്തോടു കൂടിയ അവധിയും ഉണ്ടായിരിക്കും. അപേക്ഷകർ കമ്പനിയുടെ ജബൽ അലി 6, സേനാപൂർ 11 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ തുറന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഇത് വ്യാഴാഴ്ച വരെ തുടരും. സൗദിയിൽ കർശന പരിശോധന. ഒരാഴ്ചക്കിടെ പിടിയിലായത് 20,000 വിദേശികൾ. സൗദിയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്നവരെ കണ്ടെത്തുന്നതിന് ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന പരിശോധന കർശനമായി തുടരുകയാണ്. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ സുരക്ഷാ വകുപ്പുകൾ നടത്തിയ റെയ്ഡുകളിൽ 19,989 വിദേശികളാണ് അറസ്റ്റിലായത്. 12,608 ഇഖാമ ലംഘകരെയും 4,519 അതിർത്തി സുരക്ഷാ ചട്ട ലംഘകരെയും 2,862 തൊഴിൽ നിയമ ലംഘകരുമാണ് പിടിയിലായത്. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായത് 913 പേരാണ്. ഇവരിൽ 65% യമനികളും 32% എത്യോപ്യക്കാരും 3% മറ്റു രാജ്യക്കാരുമാണ്. അതിർത്തി വഴി അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച 34 പേരെ സുരക്ഷാ വകുപ്പ് പിടികൂടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.